ഇടുക്കി തൊടുപുഴ അൽ-അസ്ഹർ ലോ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടപടികൾ 3 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കെ.എസ്.യു പ്രവർത്തകരുടെ ഹർജിയിലാണ് കോടതി ഇടപെടൽ. കെ.എസ്.യു തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നതായിരുന്നു എസ്.എഫ്.ഐയുടെ ആരോപണം. ആഷിഖ്, ഹൈക്കോടതി എന്തൊക്കെയാണ് പറഞ്ഞത്? സജിൻ, കഴിഞ്ഞ ദിവസം എം ജി കോളേജ് യൂണിയനുകളുടെ എം ജി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജ് യൂണിയനുകൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൊടുപുഴ അൽ-അസ്ഹർ ലോ കോളേജിലും തിരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ സംഘർഷത്തെ തുടർന്ന് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം ഘട്ടം കോളേജിൽ നിർത്തിവെക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എസ്.എഫ്.ഐ പ്രവർത്തകർ ആരോപിച്ചിരുന്നത് കെ.എസ്.യു തിരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന് കാട്ടിക്കൊണ്ട് വലിയ സംഘർഷം ക്യാമ്പസിൽ ഉണ്ടാവുകയും കെ.എസ്.യു പ്രവർത്തകരെ തടഞ്ഞുവെക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് കോളേജ് അധികൃതർ നടപടിയെടുത്തത്. എന്നാൽ ഇതിനെതിരെ കെ.എസ്.യു പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. മാത്യു കുഴൽനാടൻ MLA ആണ് കെ.എസ്.യു പ്രവർത്തകർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വരുന്ന 3 ദിവസത്തിനുള്ളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വേണമെങ്കിൽ ഇതിന് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് പോലീസിന്റെ ഫോഴ്സിന്റെ സഹായം കൂടി തേടാമെന്ന നിർദ്ദേശം കൂടി ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ഏതായാലും 3 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി പുതിയ യൂണിയനെ ചുമതലയേൽപ്പിക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. എന്നാൽ എസ്.എഫ്.ഐ ഈ ഘട്ടത്തിലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളുടെ ലംഘനം കെ.എസ്.യു നടത്തിയെന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ആണ്. സജിൻ.